ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കക്ക ഇറച്ചി എങ്ങനെ പെട്ടെന്ന് ക്ലീൻ ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം എന്ന വീഡിയോ ആണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ കക്കയാണ് എടുത്തിരിക്കുന്നത്. ഇതെങ്ങനെ ക്ലീൻ ചെയ്യുമെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് അത് പുഴുങ്ങിയെടുക്കുകയാണ് വേണ്ടത്. നമ്മുടെയൊക്കെ നാട്ടിൽ കക്ക ഇറച്ചിക്ക് എരുന്തിറച്ചി എന്ന് പറഞ്ഞൊരു പേരും കൂടിയുണ്ട്. എരുന്തെന്നാണ് പറയുന്നത്. കക്ക ഇറച്ചി ഇനി എങ്ങനെയാണ് പെട്ടെന്ന് ക്ലീൻ ചെയ്ത് ഫ്രൈ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ കക്ക അഥവാ എരുന്ത് നന്നായിട്ട് കഴുകിയിട്ടെടുക്കണം. 5-6 വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുക്കണം. കാരണം നന്നായിട്ട് മണലുണ്ടായിരിക്കും. കഴുകിയിട്ട് നന്നായിട്ട് അത് വേവിച്ചെടുക്കണം. നന്നായിട്ട് പുഴുങ്ങിയെടുത്ത ശേഷം ഇതുപോലെയാണ് കിട്ടുക. ഇതിങ്ങനെ തുറന്നു വരും. തുറന്നു വന്നതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഈ ഷെല്ലിൻ്റെ ഉള്ളിൽ നിന്ന് കക്ക ഇറച്ചി നമുക്ക് മാറ്റിയെടുക്കാം. ഇപ്പോൾ കക്ക ഇറച്ചിയൊക്കെ ഞാൻ ഇതുപോലെ ഷെല്ലിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ മാറ്റി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലുള്ള വേസ്റ്റ് നമുക്ക് കളയണം. ഇതിൻ്റെ ഉള്ളിലുള്ള വേസ്റ്റ് കളയുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഈ അടിഭാഗത്ത് നിന്ന് മുകളിലോട്ട് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കതിൻ്റെ ഉള്ളിലെ വേസ്റ്റ് പുറത്തോട്ട് വന്നോളും. എന്നിട്ട് നമുക്കത് നുള്ളിയെടുത്ത് കളഞ്ഞാൽ മതി. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കതിൻ്റെ വേസ്റ്റ് പുറത്തേക്ക് എടുക്കാവുന്നതാണ്. എരുന്തിറച്ചി നന്നായിട്ട് തന്നെ കഴുകിയിട്ട് അരിച്ചെടുക്കണം. ഞാനിവിടെ അരിച്ചെടുത്ത് കൊണ്ടുവന്നതാണിത്. ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഇറച്ചി മസാല, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ നമ്മുടെ ഈ മസാലയ്ക്കൊക്കെ നല്ലൊരു കളറ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അത് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ മുളക് പൊടി ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്ന മറ്റൊരു ഇൻഗ്രീഡിയൻസ് തേങ്ങാക്കൊത്താണ്. ഞാനിവിടെ ഒരു 1/4 കപ്പ് തേങ്ങാക്കൊത്ത് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ബ്രൗൺ നിറമാവുന്നത് നമുക്കൊന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തതിന് ശേഷം ഞാനിതിലേക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങാക്കൊത്തൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അധികമായിട്ട് ഉണക്കിയെടുക്കണ്ട, ജസ്റ്റ് ഒന്നൊരു ബ്രൗൺ നിറമാകുന്നത് വരെ ഇളക്കി കൊടുത്താൽ മതി. തേങ്ങാക്കൊത്തൊക്കെ നമ്മുടെ എരുന്തിൻ്റെ ഫ്രൈയിലിടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇപ്പോൾ അവിടെ തേങ്ങാക്കൊത്തൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് അതായി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇവിടെ ഓയിൽ ഒഴിച്ച് കൊടുത്ത് ചൂടായതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില ഒന്ന് മൂത്തിയിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ മസാല തേച്ച് വെച്ചിരിക്കുന്ന എരുന്തിറച്ചി അഥവാ കക്ക ഇറച്ചി ചേർത്ത് കൊടുക്കാം. മസാല തേച്ച് ഒരു 1/2 മണിക്കൂർ നേരമെങ്കിൽ നമുക്ക് വെച്ചിരിക്കണം. അപ്പം മസാലയൊക്കെ നന്നായിട്ട് പിടിക്കും. ഇപ്പോൾ ഓയിലൊക്കെ ചൂടായ ശേഷം എരുന്തിറച്ചിയൊക്കെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ചൂടായിട്ടുള്ള ഓയിലിലേക്ക് എരുന്തിറച്ചി ഇട്ട് കൊടുക്കുമ്പോൾ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിത് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് വേവിക്കുന്നത് നല്ലതായിരിക്കും. എരുന്തിറച്ചി നമ്മൾ ആദ്യം തന്നെ വേവിച്ചെടുക്കുന്നതാണല്ലോ, അതുകൊണ്ട് കൂടുതലായിട്ട് വേവിക്കണമെന്നൊന്നുമില്ല. എങ്കിലും നന്നായി മുരിച്ചെടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കാം, അല്ലാത്തവർക്ക് ആ രീതിയിലും എടുക്കാം. ഇപ്പോൾ ഞാൻ ഇതിൽ ഓയിലൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഓയിലൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം ഞാൻ എരുന്തിറച്ചിയിലേക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങാക്കൊത്തും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. കാരണം നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ കൂടുതൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടല്ലോ, ആ ഓയിൽ നമുക്ക് പിന്നീട് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഓയിൽ നമുക്ക് മാറ്റി കൊടുക്കണം. ഇപ്പോൾ ഞാൻ അതിലേക്ക് ചേർത്തിരിക്കുന്നത് തേങ്ങാപ്പാലാണ്. ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത്രയും മതി. നമ്മുടെ എൻഡ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. തണുത്തിട്ട് വരുമ്പോൾ നന്നായിട്ട് വറ്റി വരുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റിയും അതുപോലെ ഹെൽത്തിയുമായിട്ടുള്ള കക്ക ഇറച്ചി അതായത് എരുന്ത് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. ഇതുപോലെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ തയ്യാറാക്കി നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.